ഹായ് ഫ്രണ്ട്സ്, GISന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കസ്റ്റമർ 3 പഴയ ലാപ്ടോപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കത് റിപ്പയർ ഒന്നും ചെയ്യണ്ട, പകരം അവർക്ക് അതിലെ ഹാർഡ് ഡിസ്കിൽ നിന്ന് ഡേറ്റ ഒന്ന് റിക്കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഡേറ്റ റിക്കവറി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. തീരെ പഴയ ലാപ്ടോപ്സ് ആണ് 3ഉം. നമ്മൾ ഹാർഡ് ഡിസ്ക് 2 നിന്ന് ഇളക്കിയെടുത്തായിരുന്നു. പക്ഷെ അപ്പം ഇതും കൂടെ നമുക്കൊന്ന് എടുക്കുന്നത് നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മൾ 3 ഹാർഡ് ഡിസ്കും നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് ഹാർഡ് ഡിസ്ക് എൻക്ലോഷർ. അപ്പോൾ നമ്മൾ ഇതിനകത്താണ് ഈ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്തിട്ട് മറ്റൊരു സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്ത് ഡേറ്റാസ് നോർമലി അത് ഡിറ്റക്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുന്ന. അതല്ലെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ഹാർഡ് ഡിസ്ക് ഈ എൻക്ലോഷറിൽ കണക്ട് ചെയ്യണമെന്ന് നിങ്ങളെ കൂടെ കാണിക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്ലൈഡ് ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ കണക്ടർ നോക്കിയിട്ട് ജസ്റ്റ് സ്ലൈഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് അതിൻ്റെ കണക്ടർ വരുന്നത്. കണക്ടർ അതുപോലെ തന്നെ നോക്കി കണക്ട് ചെയ്യുക. ഇത് നോർമലി നമുക്കൊരു എക്സ്റ്റേണൽ ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്സിലോ ഏതിലാന്ന് വെച്ചാൽ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് അപ്പോൾ നമ്മൾ അതിൽ നിന്ന് റിമൂവ് ചെയ്ത് വെച്ചിരിക്കുന്ന 3 ഹാർഡ് ഡിസ്ക്. അതിൽ ഒരെണ്ണം നമ്മൾ എൻക്ലോഷറിനകത്ത് ആക്കി കഴിഞ്ഞു. അപ്പോൾ അതിനി നമ്മുടെ ഇവിടുത്തെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത് നോക്കാം. ഇതിൽ കാണാം, ഇപ്പോൾ നമ്മുടെ ഓൾറെഡി ഉള്ള 2 പാർട്ടീഷൻസ് നമുക്ക് കാണാം. നമ്മുടെ സിസ്റ്റത്തിൽ ഓൾറെഡി ഉള്ള ഒരു സിയും ഇയും നമുക്കിതിൽ കാണാം. അടുത്ത് നമ്മൾ കണക്ട് ചെയ്യുന്ന ആ ഒരു ഹാർഡ് ഡിസ്ക് അതിൽ ഡിറ്റക്റ്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കിപ്പോൾ ചെക്ക് ചെയ്യാം. കണക്ട് ചെയ്ത് കഴിഞ്ഞു. അതിൽ സിസ്റ്റം റിസർവ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടീഷൻ ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്, F നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ലോക്കൽ ഡിസ്ക് H എന്ന് പറഞ്ഞൊരു പാർട്ടീഷനും ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഹാർഡ് ഡിസ്ക് ഡിറ്റക്റ്റ് ആവുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ മാക്സിമം നമുക്ക് ഇതിനകത്ത് നിന്ന് ഡാറ്റ റിക്കവർ ചെയ്ത് കൊടുക്കാൻ കഴിയും. അടുത്ത ഹാർഡ് ഡിസ്കും ഇതുപോലെ കണക്ട് ചെയ്ത് നമുക്ക് നോക്കാം. ഇങ്ങനെ നോർമലി ഡിറ്റക്റ്റ് ആയുന്ന ഹാർഡ് ഡിസ്കിൽ നിന്ന് നിങ്ങൾക്ക് നോർമലി ആർക്കും ഇതുപോലെ ഡേറ്റ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത ഹാർഡ് ഡിസ്കുകളും ഇതുപോലെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഡിറ്റക്റ്റ് ആയില്ലെങ്കിൽ നമ്മൾ അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകും. അതായത് ഇത് ചിപ്പ് ലെവൽ സർവീസിലേക്ക് പോകേണ്ടി വരും. ചിപ്പ് ലെവൽ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ ഈ ബോർഡ് ലെവലിൽ ഈ മദർ ബോർഡിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കും. അതിലും ആയില്ലെങ്കിൽ ഇതിനകത്തിരിക്കുന്ന മോട്ടോർ കാര്യങ്ങൾ ഏതിലാണോ ഫോൾട്ട് വന്നിരിക്കുന്നത് എന്നുള്ള നമ്മൾ കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ഡേറ്റ റിക്കവർ ചെയ്യാനുള്ള ശ്രമം നടത്തും. ഇത് വിശദമായിട്ട് ഇതിനകത്ത് എന്താ ഇരിക്കുന്നത്, എങ്ങനെ ഇതിൻ്റെ റിക്കവറി കാര്യങ്ങൾ നോക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമ്മൾ അതനുസരിച്ച് വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ തന്നെ ടെക് വീഡിയോസും മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ പ്രചോദനം. അതുകൊണ്ട് മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.